ചരിത്രത്തിൽ ഇതുപോലെ ഒരു മുഹറം 10 ഹിജറ 61 സംഭവിച്ച സംഭവമാണ് മഹാനായ അൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ കൊലപാതകം. കർബല എന്ന സ്ഥലത്തു വെച്ച് അദ്ദേഹം ക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഹിജറ 61 എന്ന് പറയുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബി, അദ്ദേഹത്തിൻ്റെ മകൻ യസീദായിരുന്നു അന്നത്തെ ഭരണാധികാരി. യസീദിൻ്റെ ഭരണം, യസീദ് ഖലീഫയായി സ്ഥാനമേറ്റപ്പോൾ സഹാബികളിൽ ചിലർ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സഹാബിമാർ യസീദിൻ്റെ ഖിലാഫത്ത് അംഗീകരിച്ചില്ല. യസീദിന് അവർ ബൈഅത്ത് നൽകിയില്ല. കാരണം യസീദിനെ സംബന്ധിച്ചിടത്തോളം യസീദ് ഭരണാധികാരിയാവാൻ യോഗ്യനല്ല എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെ യസീദ് ഭരണാധികാരിയായപ്പോൾ യസീദിന് ബൈഅത്ത് നൽകാതെ ഈ രണ്ടുപേരും കഴിഞ്ഞുകൂടി. അവരോട് ബൈഅത്ത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് യസീദ് ആളുകളെ അയക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാം. എന്നാൽ മദീനയിൽ ഉണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലേക്ക് അവിടെ നിന്ന് തിരിക്കുകയുണ്ടായി, യസീദിന് ബൈഅത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി. ഈ സമയത്ത് യസീദിൻ്റെ ഭരണം അംഗീകരിക്കാത്ത ഇറാഖിലുള്ള കൂഫക്കാർ അവർ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ധാരാളം കത്തുകൾ അയച്ചിരുന്നു. ഞങ്ങൾക്ക് മുആവിയുടെ മകനായ യസീദിന് ആവശ്യമില്ല, യസീദിൻ്റെ മേൽ ഞങ്ങളുടെ ബൈഅത്തില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, താങ്കൾ കൂഫയിലേക്ക് വരണം, ഞങ്ങൾ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിന് അവർ ധാരാളം കത്തുകൾ അയച്ചു എന്നാണ്. 12,000-ഓളം കത്തുകൾ, 2 ചാക്കുകൾ നിറയെ കത്തുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ അതാ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി പിതൃവ്യപുത്രനായ മുസ്ലിം ഇബ്നു അഖീൽ ഇബ്നു അബി താലിബ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ അഖീലിൻ്റെ മകൻ മുസ്ലിമിനെ കൂഫയിലേക്ക് അയക്കുകയാണ്. കൂഫയിൽ ചെന്ന് എന്താണ് അവർ പറയുന്ന യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ അദ്ദേഹം അയക്കുകയാണ്. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം കൂഫയിലെത്തി. കൂഫയിലെത്തിയ സന്ദർഭത്തിൽ എന്താണോ കത്തിലുള്ളത് അതാണ് അവിടെ അദ്ദേഹം കണ്ടത്. അവർ പറഞ്ഞു, യസീദിനെ നമുക്ക് ആവശ്യമില്ല, മറിച്ച് അൽ ഹുസൈൻ ഇബ്നു അലി അദ്ദേഹം വരണം, അദ്ദേഹമാണ് നമ്മുടെ ഖലീഫ, നമ്മൾ അദ്ദേഹത്തിന് ബൈഅത്ത് നൽകാം. അന്ന് ആ സമയത്ത് യസീദിൻ്റെ ഗവർണറായി കൂഫയിൽ മഹാനായ സഹാബി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അമീറായിട്ട്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞു, പക്ഷെ അദ്ദേഹം യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ആളുകൾ വന്നു. എന്നിട്ട് അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള ബൈഅത്ത് നൽകുകയുണ്ടായി. ഞങ്ങളിതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകുകയാണ്, താങ്കൾക്ക് ഞങ്ങളിതാ ഉറപ്പ് നൽകുന്നു എന്നു പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അരികിൽ ആളുകൾ വരികയുണ്ടായി. ഈ സന്ദർഭത്തിൽ
നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനെ കൂഫയുടെ ഗവർണർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തുകൊണ്ട് അവിടെ യസീദ് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന ഒരു അമീറിനെ പറഞ്ഞേക്കുകയുണ്ടായി. അയാൾ ഇറാഖിലെ തന്നെ ബസറയിലെ അമീറാണ്. കൂഫയുടെയും ബസറയുടെയും ഭരണം ഒരുമിച്ച് അയാൾക്ക് നൽകുകയുണ്ടായി. അങ്ങനെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അയാൾ കൂഫയിലെത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മുസ്ലിം ഇബ്നു അഖീൽ എന്ന ഒരാൾ വന്നത് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയാനും അദ്ദേഹത്തിനുള്ള ബൈഅത്ത് ഇല്ലാതെയാക്കാനുമാണ് യസീദ് ഉബൈദുല്ലാഹിനെ പറഞ്ഞയച്ചത്. അങ്ങനെ അദ്ദേഹം വന്നു. മുസ്ലിം ഇബ്നു അഖീലിനെ കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇതാണ് അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന്. അങ്ങനെ അദ്ദേഹമല്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇയാൾ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന അമീർ, കൂഫയുടെ അമീർ, അയാളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനെ അവിടെ നിർത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ചാരനായ ആളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരാളവിടെയുണ്ട്. ആളുകൾ ആ സമയത്ത് കടന്നു വരികയാണ് ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക്. 3000-ഓളം ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ അദ്ദേഹത്തിന് ബൈഅത്ത് നൽകുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള ബൈഅത്ത് എന്ന നിലക്ക് അദ്ദേഹത്തിന് ബൈഅത്ത് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം പൊതുവെയുള്ള വിവരങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. താങ്കൾക്ക് കിട്ടിയ കത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ കൃത്യമാണ്. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യപ്പെടുന്നു, അതുകൊണ്ട് വേഗം പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിൽ നിന്ന് ദുൽഹിജ്ജ മാസത്തിലെ 8-ാമത്തെ ദിവസം അഥവാ യൗമുത് തർവിയ, ഹാജിമാർ ഹജ്ജ് കർമ്മം ആരംഭിക്കുന്ന ദിവസമാണിത്. ആ ദിവസത്തിലാണ് അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം മക്കയിൽ അന്നുണ്ടായിരുന്ന സഹാബികളോട് കൂടിയാലോചിച്ചിട്ടുണ്ട് കൂഫയിലേക്ക്, ഇറാഖിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട്. അന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരുപാട് സഹാബികൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അതുപോലെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തുടങ്ങി മഹാന്മാരായ ഒരുപാട് സഹാബികൾ അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ട്, പോകരുതെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹിബ്നു സുബൈർ തുടങ്ങിയ ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ പോവരുത്. കാരണം കൂഫക്കാരുടെ അരിയിൽ നിന്നും താങ്കളുടെ പിതാവായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനും സഹോദരൻ അൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനും കിട്ടിയത് ക്രൂരമായ ദുരനുഭവമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് കൂഫയിലെ ഈ പറഞ്ഞ ആളുകളാണ്. അങ്ങനെ പിതാവിനും സഹോദരനും ഉണ്ടായ ദുരനുഭവം താങ്കൾക്കും ഉണ്ടാകും എന്ന് താങ്കൾ മനസ്സിലാക്കണം, അതുകൊണ്ട് താങ്കൾ പോവരുത് എന്നവർ ഒരുപാട് പറഞ്ഞു നോക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ജനങ്ങൾ മോശമായി പറയുകയില്ല എങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് താങ്കളുടെ തലക്ക് പിടിച്ച് അവിടെ ഇരുത്തുമായിരുന്നു എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ചോദിച്ചു എവിടേക്കാണ്? ഇറാഖിലേക്കാണ്. അദ്ദേഹം കത്തുകൾ കാണിച്ചു കൊടുത്തു, ഇതാ ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ലാ തഅ്തിഹിം, താങ്കൾ അവരിലേക്ക് പോവരുത്, പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അനുസരിച്ചില്ല. അദ്ദേഹം അവസാനം സങ്കടത്തോടു കൂടി അദ്ദേഹത്തെ യാത്രയച്ചു. അസ്തൗദിഉകല്ലാഹ മിൻ ഖതീൽ, താങ്കളുടെ കൊലപാതകിയിൽ നിന്നും താങ്കളുടെ സംരക്ഷണം അള്ളാഹുവിലേക്ക് ഞാനിതാ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. കൊല്ലപ്പെടുമെന്ന് സഹാബികൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു.
അതായിരുന്നു ചരിത്രത്തിൽ സംഭവിച്ചത്. ഒരു പുതിയൊരു കാര്യമല്ല. കൂഫയിൽ, ഇറാഖിൽ ഉണ്ടായിരുന്ന സഹാബികൾക്കെല്ലാം എക്കാലത്തും തലവേദനയായിരുന്നു ആ നാട്ടുകാർ. അവരുടെ ചരിത്രം അതാണ്. വഞ്ചനയും അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം ഒരുമിച്ചു കൂടിയ ഒരു ഖൗമായിരുന്നു കൂഫക്കാർ. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് ചെവികൊണ്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തദ്ഹബു ഇലാ ഖൗമിൻ ഖതലു അബാക വതഅനു അഖാക, താങ്കളുടെ പിതാവിനെ കൊന്ന, താങ്കളുടെ സഹോദരനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലിന് വെട്ടിയ ആളുകളുടെ അരികിലേക്കാണോ താങ്കൾ പോകുന്നത്? ഇതൊന്നും അദ്ദേഹം കേട്ടില്ല. ഒന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം യാത്ര പുറപ്പെട്ടു. സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, ഈ വർഷം ഹജ്ജ് ചെയ്യുക, താങ്കൾ കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പോയാൽ പോരെ, ഹജ്ജ് നടക്കാൻ. ഒന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു പോകുന്ന വഴിയിൽ പ്രസിദ്ധനായ ഒരു കവിയെ അദ്ദേഹം കണ്ടുമുട്ടി. ഫറസ്ദഖ് എന്ന് പറഞ്ഞ ആ കാലത്തെ വലിയ കവിയായിരുന്നു. അയാളെ കണ്ടുമുട്ടി. ഫറസ്ദഖിനോട് അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, മിൻ ഐന, എവിടുന്നാണ് വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫറസ്ദഖ് പറഞ്ഞു, മിനൽ ഇറാഖ്, ഇറാഖ് എന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, കൈഫ ഹാലു അഹ്ലിൽ ഇറാഖ്, എന്താണ് ഇറാഖുകാരുടെ അവസ്ഥ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുലൂബുഹും മഅക. ഫറസ്ദഖ് പറഞ്ഞ വാക്ക് പ്രസിദ്ധമാണ്. പിന്നീട് ഈ വാക്ക് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഖുലൂബുഹും മഅക, ഇറാഖുകാരുടെ ഹൃദയങ്ങൾ താങ്കളോടൊപ്പമാണ്. വസുയൂഫുഹും മഅ ബനി ഉമയ്യ, എന്നാൽ അവരുടെ വാളുകൾ ബനു ഉമയ്യക്കാരുടെ കൂട്ടത്തിലുമാണ്, അവരോടൊപ്പമാണ്, അഥവാ താങ്കൾക്കെതിരാണ് എന്ന് പറഞ്ഞു. അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ഇത് കേട്ടിട്ട് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ഇയാൾ ഫറസ്ദഖ് പറഞ്ഞു എന്നാണ്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവിൽ അഭയം. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു ഖാദിസിയയിലെത്തി. ഇറാഖിലെ ഒരു പ്രദേശമാണ് അൽ ഖാദിസിയ, പ്രസിദ്ധമായ സ്ഥലമാണ്. അൽ ഖാദിസിയയിൽ എത്തുന്ന സന്ദർഭത്തിൽ കൂഫയിൽ വളരെ ദുഃഖകരമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഗവർണർ, അമീർ, അയാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അയച്ച മുസ്ലിം ഇബ്നു അഖീൽ എന്ന പിതൃവ്യപുത്രനെ കൊന്നുകളഞ്ഞു. മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇവിടേക്ക് കൊണ്ടുവരാനും എന്നിട്ട് ബൈഅത്ത് വാങ്ങാനും അങ്ങനെ അദ്ദേഹം ഇവിടുത്തെ ഖലീഫയായി മാറാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അഥവാ അതിന് കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തോട് മുസ്ലിം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹത്തെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കൊന്നുകളഞ്ഞു. അതിൻ്റെ പകരം വീട്ടാനാണ് മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ കൊട്ടാരം വളഞ്ഞത്. കൊട്ടാരം വളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞു. പൊടുന്നനെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോടൊപ്പം ചേർന്നു. ഇദ്ദേഹം തനിച്ചായി. ഏതാണ്ട് കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഒരാൾ പോലും ബാക്കിയില്ലാതെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും മാറി ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ കൂട്ടത്തിലേക്ക് ചേർന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇബ്നു അഖീൽ റഹിമഹുല്ലാ അദ്ദേഹം തനിച്ചായി. തനിച്ച വഞ്ചനയാണ് അവിടെ സംഭവിച്ചത്.
അദ്ദേഹത്തെ കൂടെയുള്ള ആളുകൾ തന്നെ വഞ്ചിച്ചു കളഞ്ഞു. ഈ വഞ്ചന മനസ്സിലാക്കിയതിനിടയിൽ അദ്ദേഹം അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എഴുത്തെഴുതിയിട്ടുണ്ട്, ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല, കൈവിട്ടു പോയിട്ടുണ്ട്, താങ്കൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാദിസിയയിൽ എത്തി നിൽക്കുകയാണ്. അതിനിടയിൽ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരം ഈ പറഞ്ഞ ദൂതൻ വന്ന് അറിയിക്കുകയാണ്. കാര്യങ്ങളൊക്കെ തല കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഖാദിസിയയിൽ എത്തിയപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അദ്ദേഹം തിരിച്ചു പോവാൻ തീരുമാനിച്ചു. പക്ഷേ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു, ഇല്ല, തിരിച്ചു പോവുകയില്ല, പകരം വീട്ടണം, പിതാവിനെ കൊന്നവരെ വെറുതെ വിടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുന്നോട്ട് ഗമിച്ചപ്പോൾ അതാ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് 1000 ആളുകൾ അടങ്ങുന്ന ഒരു സൈന്യത്തെ ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം ഇല്ല, കൂഫയിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. നമുക്ക് കൂഫയിലേക്കാണ് പോകാൻ, അവിടത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സൈന്യം, ഈ പറഞ്ഞ ആളുകൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ മുന്നോട്ട് പോയി കർബല എന്ന സ്ഥലത്തെത്തി. കൂഫ എത്തുന്നതിന് മുന്നേ കർബല എന്ന സ്ഥലത്തെത്തി നിൽക്കുകയാണ്. ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ആശങ്ക തോന്നി. അദ്ദേഹം ചോദിച്ചു, ഏതാണ് ഈ സ്ഥലം? അവർ പറഞ്ഞു, കർബല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, കർബുൻ വബലാഉൻ, ദുഃഖവും പരീക്ഷണവും. അദ്ദേഹത്തിനാകെ അസ്വസ്ഥതയുണ്ടായി. എന്നാൽ സഹോദരങ്ങളെ, അദ്ദേഹത്തോടൊപ്പം കുറച്ചാളുകൾ, കുടുംബക്കാർ, അതുപോലെ പിതൃവ്യപുത്രന്മാർ, സഹോദരങ്ങൾ, കുറച്ചാളുകളെ ഉണ്ടായിരുന്നു. എന്നാൽ എതിർ കക്ഷികൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പിന്നെയും ആളുകൾ അയച്ചു. അങ്ങനെ 5000-ഓളം വരുന്ന ആളുകളാണ് പിന്നീട് ഈ കൊച്ചു സംഘത്തിനെതിരായി യുദ്ധം എന്ന നിലക്ക് എത്തി നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് 3 നിബന്ധനകൾ എനിക്ക് വെക്കാനുണ്ട്. 3 നിബന്ധനകൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ നിബന്ധന, അദ്ദേഹത്തെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. രണ്ടാമത്തെ നിബന്ധന എന്നത്, യസീദിൻ്റെ പട്ടാളക്കാർ, സൈന്യം ഉള്ള സ്ഥലത്തേക്ക് എന്നെ തിരിച്ചയക്കണം, ഞാൻ അവരോടൊപ്പം കൂടാം. മൂന്നാമത്തെ ഒരു നിബന്ധന, യസീദിൻ്റെ അരികിലേക്ക്, ഷാമിലേക്ക് എന്നെ പറഞ്ഞയക്കണം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്ന് അവരോട് പറഞ്ഞു. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്, എന്നോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നത്? എന്നെ കൊല്ലാനാണോ നിങ്ങൾ നോക്കുന്നത്? എന്നൊക്കെ അവരോട് അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ അരികിലേക്ക് കൊണ്ടെത്തിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ ഹുസൈൻ ഇബ്നു അലി അദ്ദേഹം തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്ന് അയാൾ പറഞ്ഞു. തിരിച്ചു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യകാലത്ത് എഴുതിയ ചരിത്രങ്ങൾ മുഴുവനും ഷിയഈ സ്വാധീനമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ യസീദാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ വിട്ട് കൊല ചെയ്തത് എന്ന് പല ആളുകളും പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ്? അതിലൂടെ സുന്നി സമൂഹത്തെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് യസീദിൻ്റെ സൈന്യങ്ങളുടെ കരങ്ങളിലൂടെയാണോ? അല്ല. മറിച്ച് ഇതാ ചരിത്രത്തിൽ കാണാം, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് സമ്മതിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലുണ്ടായിരുന്ന ഒരുവൻ, ശംർ ഇബ്നു ദിൽ ജൗഷൻ എന്നാണ് അയാളുടെ പേര്. ശംർ ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന ഒരുവൻ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറഞ്ഞു, അല്ല, നിങ്ങളല്ലേ അമീർ,
നിങ്ങൾ പറയുന്നതല്ല അയാൾ കേൾക്കേണ്ടത്, അല്ല അയാൾ പറഞ്ഞു നിങ്ങളാണോ കേൾക്കേണ്ടത് എന്ന് ചോദിച്ചു. തിരിപ്പ് നടത്തി. ഉബൈദുല്ലാഹിബ്നു സിയാദ് പറഞ്ഞു ശരിയാണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇയാൾ ഉബൈദുല്ലാഹിബ്നു സിയാദ് ഉത്തരവിട്ടു, എന്നാൽ നിങ്ങൾ പോയി തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് കീഴടക്കാൻ പറഞ്ഞു. അവർ കീഴടക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കി കൊണ്ടുവരാൻ കൽപ്പിച്ചുകൊണ്ട് കൂഫയിൽ നിന്ന് 5000-ഓളം വരുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോയത്. അദ്ദേഹം ഈ ആളുകളെ കണ്ടപ്പോൾ പറഞ്ഞു, എന്നോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നത്? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഞാനും എൻ്റെ സഹോദരനും. അങ്ങനെ അവരുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞു കൊടുത്തു. ഈ ലോകത്ത് ഭൂമുഖത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളാണ് ഞാൻ, നബിയുടെ പേരക്കുട്ടിയാണ്. എന്നോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നത്? എന്നെയാണോ നിങ്ങൾക്ക് കൊല്ലേണ്ടത്? നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയിൽ അൽ ഹുർർ ഇബ്നു യസീദ് എന്ന് പറയുന്ന ഒരാൾ ഉബൈദുല്ലാഹിബ്നു സിയാദിൻ്റെ സൈന്യങ്ങളിൽ അതിൻ്റെ തലവനായിരുന്നു. അയാളും 30ഓളം വരുന്ന ആളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ചേർന്നു ഇത് കേട്ടപ്പോൾ. പക്ഷേ ബാക്കിയുള്ളത് വലിയ ഒരു സന്നാഹമാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും തടിച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ യുദ്ധം ആരംഭിച്ചു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള ആളുകളെ മുഴുവനും ഇവർ കൊന്നുകളഞ്ഞു. ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു. അതിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. 18ഓളം വരുന്ന ആളുകൾ അന്ന് കർബലയിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. 17ഓളം വരുന്ന ആളുകളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും മകൻ അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ എന്നു പേരുള്ള വ്യക്തി, അദ്ദേഹവും മാത്രം ബാക്കിയായി. ബാക്കി എല്ലാവരും ഒരുപാട് ആളുകൾ മരിച്ചു, കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരു പകലങ്ങനെ നീണ്ടുപോയി. ഇതിനിടയിൽ നേരത്തെ ഉബൈദുല്ലാഹിബ്നു സിയാദിനെ തിരിപ്പിച്ചവൻ ശംർ ഇബ്നു ദിൽജൗശൻ, അവൻ ചാടി വീണിട്ട് വെച്ചു, എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? ആരാണ് കാത്തു നിൽക്കുന്നത്? എന്തേ ഹുസൈനെ കൊല്ലാത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു, അദ്ദേഹത്തിനെ വെട്ടി. ആ സമയത്ത് സിനാൻ ഇബ്നു അനസ് അൻ-നഖൈ എന്ന് പറയുന്ന മറ്റൊരുവനുണ്ട്. അവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അറുത്തുമാറ്റി. എന്നിട്ട് അതുമായി ഉബൈദുല്ലാഹിബ്നു സിയാദിൻ്റെ അരികിലേക്ക് പോയി എന്ന് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, ഇതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കർബലയിൽ വെച്ച് കൊന്ന ചരിത്രത്തിൻ്റെ ചുരുക്കം. ഇവിടെ നിങ്ങൾ നോക്കൂ, പല ആളുകളും ഈ ചരിത്രം വളച്ചൊടിച്ചിട്ടാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുള്ളത്. ചില ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പുറപ്പാടിനെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. അദ്ദേഹം ധീരനായ പടയാളിയാണ്, പോരാളിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പുറപ്പെട്ടത് സാമ്രാജ്യത്തിനെതിരായിട്ടാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയതാണ് കൂഫയിലെ ഈ വൃത്തികെട്ട ഷിയാക്കൾ. അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാണ്. ചരിത്രത്തിൽ നമുക്ക് അത്ഭുതകരമായ സംഭവം കാണാം. ഇവിടെ ഉബൈദുല്ലാഹിബ്നു സിയാദ് എന്ന അമീറും അതുപോലെ തന്നെ ശംർ ഇബ്നു ദിൽജൗശൻ എന്ന് പറഞ്ഞ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളും സിനാൻ ഇബ്നു അനസ് അൻ-നഖൈ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തല അറുത്തുമാറ്റി അവനും 3 പേരും സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ഷിയാക്കളാണ്. ചരിത്രത്തിൽ ചരിത്രകാരന്മാർ ഒരുപാട് ആളുകൾ ഷിയഈകൾ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങൾ പലരും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്ന് സഹോദരങ്ങളെ മരണപ്പെട്ട ആളുകൾ ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റ് മക്കൾ ജഅഫർ, അബ്ബാസ്, അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ അബ്ദുള്ള, അതുപോലെ അലി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ അബ്ദുള്ള, അൽ ഖാസിം, അബൂബക്കർ കൊല്ലപ്പെട്ടു. അഖീൽ, അലി ബിൻ
അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് അഖീൽ. അദ്ദേഹത്തിന്റെ മക്കൾ ജഅഫർ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ മുസ്ലിം, നേരത്തെ ആദ്യം അദ്ദേഹം പറഞ്ഞയച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള. ഇങ്ങനെ മൊത്തത്തിൽ 18ഓളം വരുന്ന അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെയാണ് ഷിയാക്കൾ അന്ന് കൊന്നുകളഞ്ഞത്. എന്നാൽ ചരിത്രത്തിൽ ഈ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുകയും ചരിത്രത്തെ വളച്ചൊടിക്കുകയും യസീദിന്റെ തലയിൽ അത് വെച്ചുകെട്ടുകയും ചെയ്യുകയാണ് ഷിയാക്കളുടെ പൊതു സ്വഭാവം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സംഭവിച്ചത് ഹിജ്റ 61 ഒരു മുഹറം 10-നായിരുന്നു. അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ, ദുഃഖകരമായ ഒരു സംഭവമാണിത്. വളരെ വേദനയോടുകൂടിയാണ് ഈ ചരിത്രം നമുക്ക് ഓർക്കാൻ സാധിക്കുക. അതേസമയം ഷിയാക്കൾ ഈ ദിവസം നെഞ്ചത്തടിച്ചും ആർത്തു വിളിച്ചും അട്ടഹസിച്ചും ശരീരം വേദനിപ്പിച്ചിട്ടുമൊക്കെ പല രൂപത്തിലുള്ള ദുഃഖാചരണങ്ങൾ നടത്തുന്നതായി കാണാം. അത് അവരുടെ കുറ്റബോധത്തിന്റെ കാരണത്താലാണ്. അവരിൽപ്പെട്ട ചില ആളുകൾ പിന്നീട് പശ്ചാത്താപിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഹുസൈൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ കാരണക്കാരായ 3 പേരിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകികളിൽ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഘാതകരിൽ പെട്ട 3-ൽ ഒരാൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന അമീർ, അയാളെ പിന്നീട് അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ കൊന്നുകളഞ്ഞു എന്ന് കാണാം, കുറ്റബോധം കൊണ്ട്. ആ കുറ്റബോധത്തിന്റെ ഭാഗമാണ് ഇന്നവർ ഈ ആർത്തു വിളിക്കുന്നത്, അവർ അട്ടഹസിക്കുന്നത് മുഹറം 10-ന്റെ അന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവർ യഥാർത്ഥത്തിൽ അവരുടെ കൈകളിൽ പുരണ്ടിട്ടുള്ള രക്തമെന്നത് പവിത്രമായ രക്തമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിൽപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ മക്കളിൽ പലരും പറഞ്ഞതായി കാണാം, നിങ്ങളുടെ കരച്ചിൽ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ, നിങ്ങൾ ചിഹ്ന ഭിന്നമാക്കി അള്ളാഹു നിങ്ങളെ മാറ്റി തീർക്കുമാറാകട്ടെ എന്നൊക്കെ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചതായി കാണാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇതാണ് ഷിയഈ വഞ്ചനയുടെ ചരിത്രത്തിൻ്റെ ചുരുക്കം. കർബല എന്നത് യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നതാണ്, വിളിച്ചു വരുത്തി കൊല ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും സഹോദരനെയും കൊന്നുകളഞ്ഞതുപോലെ. ഇതാണ് ചരിത്രത്തിൽ മുഹറം 10-മായി ബന്ധപ്പെട്ട് നടന്ന 2 സംഭവങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ നന്നായി പഠിക്കാനും യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ.